ഹായ്. നമ്മള് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ കുറേ ക്വസ്റ്റ്യൻസ് ഓൾറെഡി എസ്ബിഐയുടെ ക്ലർക്കില് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി റിമൈനിങ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയാണ് ബാക്കിയുള്ളത്. ലാസ്റ്റ് 3 ഇയേഴ്സിന്റെ എസ്ബിഐയുടെ ക്ലർക്കിന്റെ എക്സാം നോക്കുവാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ലൈക്ക് റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടക്കം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി റിമൈനിങ് നമുക്ക് ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നേരത്തെ എസ്ബിഐയുടെ ക്ലർക്കിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഈ ഒരു സെഷനോടെ നമ്മുടെ ലാസ്റ്റ് 3 ഇയേഴ്സിൽ എസ്ബിഐയുടെ ക്ലർക്കിൽ ചോദിച്ചിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് മോസ്റ്റ് ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഈ ഒരു സെഷനോടെ കവർ ആവും. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന എസ്ബിഐയുടെ എക്സാംസിൽ ക്ലർക്കിന്റെ എക്സാമിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഒന്ന് രണ്ട് വട്ടം റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾ പോവുക. അതിന്റെ സ്റ്റെപ്സ് മാക്സിമം കുറച്ചുകൊണ്ട് ആൻസേഴ്സ് എടുക്കാൻ ശ്രമിക്കാം. സോ ഡയറക്റ്റ്ലി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. എ ബുക്ക് ഷോപ്പ് സെൽസ് ബുക്സ് ഹൂസ് മാർക്ക്ഡ് പ്രൈസ് ഇസ് ₹300 at a discount of 15% and gives a pamphlet costing ₹15 free with each book. Even then he makes a profit of 20%. What is his കോസ്റ്റ് പ്രൈസ് പെർ ബുക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് പറയുന്നത്, ഒരു ബുക്ക് ഷോപ്പ് ഒരു ബുക്ക് സെല് ചെയ്യുന്നത് ബുക്കിന്റെ MRP കൊടുത്തിരിക്കുന്നത് ₹300 എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് MRP അല്ലെങ്കിൽ MP കൊടുത്തിരുന്നത് ₹300 ആണ്. ഇനി ആള് പക്ഷെ വിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആള് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഡിസ്കൗണ്ട് കൊടുക്കുന്ന 15% ആണ് ആള് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ഇനി 15% ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ ആളിതിനെ സെല് ചെയ്യുന്ന എന്ത് പ്രൈസിലായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഈ 30ന്റെ 15% വില കുറച്ചാണ് കൊടുക്കുന്നത്. 30ന്റെ 15% എന്ന് പറയുമ്പോൾ നമുക്കത് എത്ര വരും? 300ന്റെ 10% 30ഉം ആൻഡ് 30ന്റെ പകുതി 15 കൂടി ചേരുമ്പോഴത്തേക്കും നമുക്ക് 45 വരും. എന്ന് പറഞ്ഞാൽ ആള് ഡിസ്കൗണ്ട് കൊടുക്കുന്ന എത്രയാണ്? ഈ 15 എന്ന് പറഞ്ഞാൽ 15% ഓഫ് 300 എന്ന് പറയുന്നത് ₹45 ആണ്. ആള് ₹45 വില കുറച്ചാണ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആള് വിൽക്കുന്ന എത്രയാണ്? 255 ആണ് ആള് ശരിക്കും ആ ബുക്ക് വിൽക്കുന്നത്. പക്ഷെ ഇനി അവിടെ ഉള്ളൊരു ഇമ്പോർട്ടൻറ്റ് ക്യാച്ച് എന്താന്ന് പറഞ്ഞാൽ, ആൾ ഈ ബുക്ക് കൊടുക്കുന്ന സമയത്ത് ആൾ വിൽക്കുന്ന ₹255 ആ ഒരു കസ്റ്റമർ വരുമ്പോൾ ആളുടെ കയ്യിൽ നിന്ന് ₹255 വാങ്ങുന്നത്. പക്ഷെ ആൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ കൂടെ ഒരു പാംപ്ലെറ്റ് കൂടി കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ പാംപ്ലെറ്റിന്റെ ഉള്ള വില ആളത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. പക്ഷെ ആ പാംപ്ലെറ്റിന്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? ₹15 പാംപ്ലെറ്റിന്റെ ശരിക്കുള്ള വില. അങ്ങനെയാണെങ്കിൽ ആൾക്ക് ശരിക്കും ആൾ ഈ പറയുന്ന 255 കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നെങ്കിലും ആൾക്ക് ശരിക്കും അവിടെ വരുന്ന നെറ്റ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ശരിക്കും എത്ര ആയിരിക്കും? 255 ആയിരിക്കത്തില്ല. വാങ്ങുന്നത് 255 ആണെങ്കിൽ പോലും ആൾ ഇതിന്റെ കൂടെ ഒരു ₹15 പാംപ്ലെറ്റ് ചുമ്മാ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കാരണം ആൾക്ക് ശരിക്കും അവിടെ വരുന്ന നെറ്റ് നമ്മളുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ₹240 ആയിരിക്കും ശരിക്കുള്ള സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ പാംപ്ലെറ്റിന്റെ വില കൂടി അതിൽ നിന്ന് കുറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആളുടെ MP 300, ആളുടെ SP 240. എന്താണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ഹിസ് കോസ്റ്റ് പ്രൈസ് പെർ ബുക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ക്വസ്റ്റിനിൽ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആളീ ആൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ വിറ്റാലും ആൾക്ക് സ്റ്റിൽ എന്ത് കിട്ടുന്നുണ്ട്? 20% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ 240 എന്ന് പറഞ്ഞാൽ ആൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമുക്ക് 20% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആളുടെ ശരിക്കുള്ള ഈ ഒരു എന്താ പറയുക, നമ്മുടെ സെല്ലിംഗ് പ്രൈസിനെ പെർസെൻറ്റേജ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഈ ഒരു 240 എന്ന് പറയുന്നതാണ് നമ്മുടെ 120% എന്ന് പറയാം. എന്നുള്ള 20% പ്രോഫിറ്റിലാണ് വിൽക്കുന്നതെങ്കിൽ ആൾ വിൽക്കുന്ന 120-ലായിരിക്കുമല്ലോ, 120%. അങ്ങനെയാണെങ്കിൽ അതെന്ന് പറയുന്നതായിരിക്കും ആ ₹240 എന്ന് പറയുന്നത്. ഇനി ആ 120 എന്ന് പറയുന്നതാണ് ₹240 നമ്മുടെ ശരിക്കുള്ള കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 100% ആയിരിക്കത്തില്ലേ? നമ്മൾ സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും കൂടി കമ്പയർ ചെയ്യും. ഇപ്പം ₹100 സാധനം 20% ലാഭത്തിൽ വിൽക്കുമ്പോഴാണ് 120 വിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പറയുന്ന സെല്ലിംഗ് പ്രൈസിന്റെ കമ്പാരിസൺ എങ്കിൽ നമ്മുടെ കോസ്റ്റ് പ്രൈസിന്റെ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി 100% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇനി ജസ്റ്റ് നമുക്ക് ആൻസർ എടുക്കാം. ആ 12ന്റെ ഡബിൾ ആണ് 24. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 100ന്റെ ഡബിൾ എത്ര വരും? നമുക്ക് 200 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ₹200 എന്ന ആൻസർ വരും. അപ്പോൾ നിങ്ങൾക്കറിയാം മേളിൽ എഴുതിയേക്കുന്നതൊക്കെ തന്നെ നമുക്ക് അത്യാവശ്യം മൈൻഡ് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കൊരു സ്റ്റെപ്പ് എഴുതി എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്രയും മാത്രമേ ഒരു സ്റ്റെപ്പായിട്ട് നമുക്ക് എഴുതേണ്ടി വരത്തുള്ളൂ. സോ ആൻസറിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ A ₹200 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾക്കറിയാം നമ്മൾ ഫോർമുല ഒന്നും യൂസ് ചെയ്യുന്നില്ല. ലാസ്റ്റ് നമ്മൾ ഓൾറെഡി പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ കുറേ ക്വസ്റ്റൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. SBIയുടെ ക്ലർക്കിൽ ചോദിച്ചാൽ ഒരു ക്വസ്റ്റിൽ പോലും നമ്മൾ ഫോർമുല ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോഴും നമ്മൾ ഫോർമുല ഉപയോഗിക്കാതെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സെഷനിൽ നമുക്ക് മാക്സിമം മൊത്തം ഫോർമുല ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്തു പോകാൻ പറ്റും. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റൻസ് ഒക്കെ തന്നെ പെർസെൻറ്റേജും റേഷ്യോയും കൺസെപ്റ്റ് മാത്രം മതി നമുക്ക് ക്വസ്റ്റൻസ് സോൾവ് ചെയ്യാൻ. ഫോർമുല എടുത്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫോർമുലസ് ഉണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ. അതുകൊണ്ട് തന്നെ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏത് ഫോർമുല എടുക്കുന്നതിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ഫോർമുല യൂസ് ചെയ്ത് ചെയ്യുന്നവർക്ക്. അത് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. പെർസെൻറ്റേജ് റേഷ്യോയും നമ്മുടെ റിയൽ ലൈഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ബിക്കോസ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഡീൽ ചെയ്യുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. സോ ഒരു സാധനം വാങ്ങുക, വിൽക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളും ഡിസ്കൗണ്ട് നോക്കി സാധനം വാങ്ങിക്കുക എന്ന് പറയുന്നത് നമുക്ക് എത്ര ലാഭം കിട്ടുന്നുണ്ട്, നഷ്ടം വരുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ സെല് ചെയ്യുന്നതൊക്കെ.
നമുക്ക് അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത എക്സാമിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ട് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണ് ഇത്. നമ്മൾ ഇതിന്റെ മുമ്പുള്ള സെഷനിൽ റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് നമ്മൾ കണ്ടായിരുന്നു. അതേപോലെ വളരെയധികം റിപ്പീറ്റ് ആവുന്ന ഒരു ടൈപ്പാണ് ഈ ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത്. എ ഡീലർ മാർക്സ് ആൻ ആർട്ടിക്കിൾ 50% above the cost price and sell it to a customer allowing two successive discounts of 20% and 15% on the marked price. If he gains rupees 400 on the deal, then the cost price of the article is. അപ്പോൾ ഇവിടെ പറയുന്നത് നമുക്ക് നമ്മളെ ഒരു സെല്ലർ എന്ന് വിചാരിച്ചുകൊണ്ട് എപ്പോഴും ഇതേപോലത്തെ ക്വസ്റ്റൻസ് ചെയ്യണം. എവിടെയെങ്കിലും ഈ മാർക്കപ്പിന്റെ കൺസെപ്റ്റ് വരുമ്പോൾ എപ്പോഴും ആ ഒരു കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റനിൽ പറയുന്നത് ഒരു ഡീലർ, ഓക്കെ, ഇപ്പൊ നമ്മളാണ് ആ സാധനം ചെയ്യുന്നതെന്ന് വിചാരിച്ചു, നമ്മളാണ് ആ ഡീലർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ആ സാധനത്തിന് 50% above the കോസ്റ്റ് പ്രൈസ് ആണ് വില മാർക്ക് ചെയ്യുന്നത്. ഡീലർ മാർക്ക് ആൻ ആർട്ടിക്കിൾ 50% above the കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഹോൾസെയിലിന്റെ അടുത്ത് പോയി 100 രൂപയ്ക്ക് നമ്മളൊരു സാധനം വാങ്ങിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അതിൽ ഈ പറയുന്ന MRP മാർക്ക് ചെയ്യണം. നമ്മൾ എന്തായാലും MRP മാർക്ക് ചെയ്യുമ്പോൾ ആ 100 രൂപ മാർക്ക് ചെയ്ത് വെക്കത്തില്ല നമ്മൾ എന്തായാലും. ഈവൻ നമ്മൾ വിൽക്കുന്ന പോലും 100 രൂപയൊന്നും വിൽക്കത്തില്ല നമ്മൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് കൂടി ചേർത്തിട്ടേ നമ്മൾ വിൽക്കത്ത് പോലും ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ അതിനെ കുറച്ച് വില കൂട്ടി മാർക്ക് ചെയ്യും. അതാണ് അവിടെ പറയുന്നത്, ആള് ഈ സാധനത്തിന്റെ വില 50% വില കൂട്ടി മാർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ആൾ മാർക്ക് ചെയ്യുന്നത് എത്ര ആയിരിക്കും, 150 എന്നായിരിക്കും മാർക്ക് ചെയ്യുന്നത് ഇൻ പെർസെൻറ്റേജ്. ഇനി അവിടെ പറയുന്നത് സെൽ ഇറ്റ് ടു എ കസ്റ്റമർ അലവിങ് 2 സക്സസീവ് ഡിസ്കൗണ്ട്സ്. ആൾ 2 ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ഡിസ്കൗണ്ട് എടുക്കാം. ഇവിടെ ആദ്യമേ 20% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 150ന്റെ സാധനത്തിൽ ആദ്യം ഒരു 20% വില കുറച്ചാൽ 150ന്റെ 10% 15, 20% 30 എന്ന് വരും. ഇനി നമ്മൾ വില കുറയ്ക്കുന്നുണ്ട്, നമുക്ക് ഇവിടെ മൈനസ് വരും. അപ്പം ഇവിടെ 50% കൂട്ടിയപ്പോൾ 100ന്റെ 50% 50 ആണ്, കൂട്ടുകയാണ്ട് പ്ലസ് എടുത്തു. ഇവിടെ ഇപ്പം കുറയാണ്ട് മൈനസ് എടുത്തു. അങ്ങനെ 150 30 കുറച്ചാൽ നമുക്ക് എത്ര വരും, 120 എന്ന് വരും. ഇനി ആള് വീണ്ടും ഒരു ഡിസ്കൗണ്ട് കൂടി കൊടുക്കുന്നുണ്ട്. ഇനി ഈ 120ന്റെ മേളിൽ ആള് വീണ്ടും ഒരു 15% ഡിസ്കൗണ്ട് കൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഈ സാധനത്തിൽ ഒരു 15% വില കുറയും. അപ്പൊ അങ്ങനെ 120ന്റെ 10% 12, 15 എടുക്കാൻ വേണ്ടി ആ 12ന്റെ പകുതി 6 കൂടി എടുത്ത 18 പിന്നെ അവിടെ കുറയുന്നത്. അങ്ങനെയാണെങ്കിൽ 18 കുറയാണ്ട് മൈനസ്. അങ്ങനെ 120ൽ നിന്ന് 18 കുറച്ചാൽ നമുക്ക് എത്ര വരും, 102 എന്ന് വരും. അപ്പൊ അതാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. ഈ ഒരു ബിസിനസ് ഓവറോൾ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ 100 രൂപയ്ക്ക് തുടങ്ങിയ പരിപാടിയാണ്. നമ്മൾ അവസാനം ഈ സാധനം വിൽക്കുന്ന എത്രയാണ്, 102 വിൽക്കുന്നത്, ഈ പറഞ്ഞ പ്രോസസ്സ് എല്ലാം ചെയ്തിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റിൽ അവിടെ എന്ത് തന്നെ സംഭവിക്കുന്നത്, പ്രോഫിറ്റ് തന്നെയാണ് സംഭവിക്കുന്നത്. ക്ലിയർലി കാണാൻ പറ്റും നമുക്ക് എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് വരുന്നുണ്ട്. ഒരു 2% ആണ് നമുക്ക് അവിടെ നിന്ന് ക്രിയേറ്റ് ആവുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അത് അവിടെ തന്നിട്ടുണ്ട്. ഇഫ് ഈ ഗെയിൻസ് rupees 400 ഓൺ ദി ഡീൽ. അങ്ങനെയാണെങ്കിൽ ആ 2% എന്ന് പറയുന്നതാണ് നമ്മുടെ rupees 400 എന്ന് പറയുന്നത്, 400 രൂപ എന്ന് പറയുന്നത് ചോദിക്കുന്ന കോസ്റ്റ് പ്രൈസ് ആണ്. ചോദിക്കുന്ന കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് നമ്മൾ എത്രയാണെന്ന് എടുത്തത്, 100 എന്നല്ല എടുത്തത്. അങ്ങനെ 100 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരാ ആൻസർ കിട്ടാൻ വേണ്ടി. സോ 100 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 2 into 2 ചെയ്യുമ്പോഴാണ് ആ 4 വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 100 into 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും, 200 എന്ന് വരും. ഇനി അത് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ 2 0 കൂടി എക്സ്ട്രാ ഉണ്ട്. അങ്ങനെ ഈ 2 0 കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ആൻസർ എത്ര വരും, 20,000 rupees എന്ന് നമുക്ക് ആൻസർ വരും. സോ 20,000 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ സി 20,000 ആണ് നമ്മുടെ ആൻസർ. നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ടാണ് എടുത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈവൻ നമ്മളിവിടെ ഒക്കെ ഫോർമുല എടുക്കുകയാണെങ്കിൽ മാർക്കപ്പിന്റെ ഫോർമുല എടുക്കേണ്ടി വരും. നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജിന്റെ ഫോർമുലാസ് എടുക്കേണ്ടി വരും. അതും സക്സസീവ് ഡിസ്കൗണ്ട്സ് ആണ്. സോ അതും കൂടി എടുക്കേണ്ടി വരും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇക്വേറ്റ് ചെയ്തായിരിക്കും ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്ത് പോവുക. ഒരു വളരെ ഈസി ആയിട്ട് തന്നെ ആൻസേഴ്സ് എടുക്കാൻ പറ്റും. വീണ്ടും പറയുകയാണ്, വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ കൂടിയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. അടുത്ത, while selling an article, a shopkeeper gives a discount of 5%. If he gives a discount of 6%, he earns rupees 15 less as profit. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ല, ഇതുപോലത്തെ 2 ക്വസ്റ്റ്യൻ ലാസ്റ്റ് സെഷനിൽ ചെയ്തത് നമ്മൾ പറഞ്ഞു റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അത് നോക്കി ഇപ്പൊ വീണ്ടും റിപ്പീറ്റ് ആയിട്ടുണ്ട്. നോക്കി ഇപ്പം 3ാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം ലാസ്റ്റ് 3 ഇയേഴ്സിന്റെ ഇടയ്ക്ക്. ഈ ഒരു 2 ഡിസ്കൗണ്ട് തന്നിട്ട് ഈ ഡിസ്കൗണ്ടിൽ വരുന്ന വ്യത്യാസം തന്നിട്ട് നമ്മളോട് അവിടെ മാർക്ക്ഡ് പ്രൈസ് ആണ് എപ്പോഴും ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ടൈം കാണാൻ പറ്റും, വാട്ട് ഇസ് ദ മാർക്ക്ഡ് പ്രൈസ് ഓഫ് ദി ആർട്ടിക്കിൾ എന്നാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ, ഒരു കേസിൽ 5% ഡിസ്കൗണ്ട് കൊടുക്കുന്നു ആൻഡ് മറ്റേ കേസിൽ 6% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പെട്ടെന്ന് എങ്ങനെ എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഡിസ്കൗണ്ട് രണ്ടും കൂടി എന്ത് ചെയ്യുക, അങ്ങ് മൈനസ് ചെയ്യുക. അപ്പോൾ ആക്ച്വലി ഡിസ്കൗണ്ടിൽ വരുന്ന വ്യത്യാസമാണ് എന്തിന്റെയും വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിന്റെ വ്യത്യാസം. ഞാൻ ഇപ്പോൾ ഒരാൾക്ക് 5% ഡിസ്കൗണ്ടും വേറെ ഒരാൾക്ക് 6% ഡിസ്കൗണ്ടും കൊടുക്കുകയാണെങ്കിൽ, ഞാൻ ഒരാൾക്ക് 6% കൊടുത്തു കഴിഞ്ഞാൽ 5 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 6 ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ശരിക്കും കിട്ടുന്ന ലാഭം കുറയുമല്ലേ. കാരണം ഞാൻ ഒരാൾക്ക് കൂടുതൽ വില കുറച്ച് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ നഷ്ടമാണ്. നഷ്ടം എന്ന് പറയുന്നില്ല, പക്ഷെ നമ്മുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യുവാണ്, കുറയുവാണെന്ന് പറഞ്ഞൂടെ. അപ്പം അങ്ങനെയാണെങ്കിൽ ശരിക്കും എനിക്ക് ഇവിടെ വരുന്ന ഡിഫറൻസ് എത്ര, 1% ഡിഫറൻസ് ആണ് വരുന്നത്. അത് ക്വസ്റ്റിൽ അവർ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എത്രയാണ് കുറച്ച് കിട്ടുന്നത്, ലാഭത്തിൽ 15 രൂപ കുറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ 1% ഡിസ്കൗണ്ട് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടും അവിടെ കിട്ടുന്ന പ്രോഫിറ്റ് എന്ത് ചെയ്യും, കുറയും. അങ്ങനെയാണെങ്കിൽ 1% ആണ് എനിക്ക് കുറയുന്നത് എന്ന് പറഞ്ഞാൽ ആ 1% ആണ് അവർ എത്രയും തന്നേക്കുന്നത്, 15 രൂപ എന്ന് തന്നേക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് എം പി എന്ന് പറയുമ്പോൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 100% കണ്ടുപിടിച്ചാൽ മതി. നമ്മുടെ ഡിസ്കൗണ്ട് ഒക്കെ എടുക്കുന്ന സമയത്ത് ബേസ് എന്താ? നമ്മുടെ എം പി ആണ്. അപ്പൊ ഈ 1 എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കൗണ്ട് ഡിഫറൻസ് എടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 100 എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ എം പിയുടെ കറസ്പോണ്ടിങ് വാല്യൂ ആയിരിക്കും. ഇവിടുത്തെ കണ്ടീഷൻസ് വരുമ്പോൾ ആരാ ബേസ്? എം പി ആണ് ബേസ്. ഡിസ്കൗണ്ട് വരുന്ന സമയത്ത് ആരാണ് ബേസ്? എം പി ആണ് ബേസ്. സോ ഇവിടെ 100 എത്ര എന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 1 × 15 ആണ് 15. അങ്ങനെയാണെങ്കിൽ നമുക്ക് 100 × 15 ചെയ്താൽ എത്ര വരും? 15 പിന്നെ അതിന്റെ കൂടെ 2 0 കൂടി. സോ അങ്ങനെയാണെങ്കിൽ ആൻസർ നോക്കിയേ. നിങ്ങൾക്ക് ചുമ്മാ അവിടെ നോക്കി പറയാൻ പറ്റും. നമ്മൾ ഓൾറെഡി ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സെഷൻ കണ്ടില്ലാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഫസ്റ്റ് സെഷൻ കണ്ടിട്ട് ഈ സെക്കൻഡ് സെഷൻ കണ്ടാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കിട്ടുക, അതിന്റെ ക്വസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. നമ്മൾ ഇതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ആദ്യമേ ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് സെഷനിൽ. ഇപ്പം നമ്മൾ അത് ഓൾറെഡി പലതവണ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ചുമ്മാ നോക്കി ആൻസർ എടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യം പോലില്ല. എന്നാൽ 5 6 തമ്മിലുള്ള ഡിഫറൻസ് വന്ന 1 15 100 1500 അത്രേ ഉള്ളൂ ആൻസർ. ഓക്കെ, ജസ്റ്റ് ഫ്യൂ സെക്കൻഡ്സ്, 3 to 4 സെക്കൻഡ്സ് എടുക്കത്തുള്ളൂ. നമുക്ക് പെൻ ആൻഡ് പേപ്പറുടെ ആവശ്യമില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. അടുത്തൊരു വളരെ ഇമ്പോർട്ടൻറ്റ്, കുറച്ച് അധികം കൺഫ്യൂസ് ആവുന്ന പോലത്തെ ഒരു ക്വസ്റ്റൻ ആണിത്. ബൈ സെല്ലിംഗ് 9 pen for ₹1, 1 രൂപയ്ക്ക് 9 പേന സെല് ചെയ്യുമ്പം എ ഷോപ്പ് കീപ്പർ ഇൻകേർഡ് എ ലോസ് ഓഫ് 4%. അപ്പൊ ആള് 9 പെന്ന് സെല്ല് ചെയ്യുമ്പോൾ ആൾക്ക് അവിടെ 4% ലോസ് ആണ് ഉണ്ടാകുന്നത്. 4% ലോസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ ആൾ കൈൻഡ് ഓഫ് വിൽക്കുന്ന എത്ര പെർസെന്റേജിലാണെന്ന് പറയാം. 96% വിൽക്കുന്നത്. എന്നാൽ അയാൾ 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 96 ആണ് കിട്ടുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ 1 രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത്, വേണമെങ്കിൽ ഇങ്ങനെ പറയാം. 100 പൈസയ്ക്ക് വാങ്ങിച്ചിട്ട് ആൾക്ക് 96 പൈസയെ കിട്ടുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത പറയുന്നത് ടു മേക്ക് എ ഗെയിൻ ഓഫ് 44%, ആൾക്ക് 44% ഗെയിൻ വേണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 100 പൈസയ്ക്ക് വാങ്ങിച്ചിട്ട് 144 പൈസ വേണമെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ 144% ആൾക്ക് കിട്ടണം, പ്രോഫിറ്റ് കൂടി ചേർത്ത്. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നത് ആൾ എത്ര പേന വിൽക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര പെൻ എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം. അപ്പോൾ എത്ര പേന വിൽക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതേപോലത്തെ ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടപ്പോൾ നമുക്ക് ഇവിടെ 44% പ്രോഫിറ്റ്. അപ്പൊ അങ്ങനെ ഇതേപോലത്തെ ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ വേണ്ടി വളരെ സിമ്പിൾ ആണ്. ഇവിടെ ആള് ഈ പറയുന്ന പെന്നിൽ വ്യത്യാസം കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ആൾ ഇപ്പോഴും വിൽക്കുന്ന എത്ര തന്നെ വാങ്ങിക്കുന്ന ഈ പറഞ്ഞ 100 തന്നെയാണ് വാങ്ങിക്കുന്നത്. ആൾ ഈ പറഞ്ഞ അവിടെ വിൽക്കുന്നത് ഒരേ വിലയ്ക്ക് തന്നെയാണ് ആക്ച്വലി ആൾ വിൽക്കുന്നത്. നമ്മൾ ഈ 144 എന്നൊക്കെ പറയുന്നെങ്കിൽ ആക്ച്വലി അവിടെ 144 എന്ന് പറയുന്നത് പ്രോഫിറ്റ് പെർസെന്റേജ് കൂടി ചേർത്തല്ല 144 എന്ന് പറയുന്നത്. ആൾ ശരിക്കും വാങ്ങുന്നത് ഈ പറയുന്ന ആളിപ്പോഴും വിൽക്കുന്ന എത്ര തന്നെ 1 രൂപ തന്നെ വിൽക്കുന്നത്. ആ ക്വസ്റ്റിന്റെ ഫസ്റ്റ് ലൈൻ നോക്കിയാൽ ബൈ സെല്ലിംഗ് 9 pen for ₹1. ആളിപ്പോഴും വിൽക്കുന്ന 1 രൂപയ്ക്ക്, നേരത്തെ വിൽക്കുന്ന 1 രൂപയ്ക്ക്. പക്ഷെ ഇപ്പോൾ ആൾ എന്ത് ചെയ്യുന്നുണ്ട്? നേരത്തെ ആൾ 9 എണ്ണം കൊടുക്കുന്നെങ്കിൽ ഇപ്പോൾ ആൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ 9 കൊടുക്കത്തില്ല, അതിനേക്കാളും കുറച്ചേ കൊടുക്കത്തുള്ളൂ. അപ്പൊ അവിടാണ് ആക്ച്വലി ചേഞ്ച് വരുന്നത്. അപ്പൊ ഇത് നമ്മൾ ഈ പറയുന്ന പോലെ എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഈ ഒരു പ്രോഫിറ്റിന്റെ ആംഗിളിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു എമൗണ്ട് എന്ന ആംഗിളിലേക്ക് ആലോചിച്ചാലും മതി. ഇനി വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇതുപോലത്തെ ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ആള് 9 പേന 96 വിറ്റെങ്കിൽ ഇപ്പൊ എത്ര പേന 144 എന്ന് പറഞ്ഞ പെർസെന്റേജ് കിട്ടാൻ വേണ്ടി വിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്താൽ മതി. എന്നുള്ള സിമ്പിൾ ആയിട്ട് ആള് ഇത് ചെയ്യുമ്പോൾ 1 റുപ്പീസിനാണ് ആൾ ഇത് വിൽക്കുന്നെങ്കിൽ ഇതും ആൾ വിൽക്കുന്ന എത്ര തന്നെ 1 തന്നെ വെക്കുന്നത്. രണ്ടിന്റെയും സെല്ലിംഗ് പ്രൈസ് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അപ്പോൾ ഇത്രയും പെർസെന്റേജ് കിട്ടുന്ന സമയത്ത് 9 എണ്ണം കൊടുത്തെങ്കിൽ ഇത്രയും പെർസെന്റേജ് കിട്ടണമെങ്കിൽ എത്ര എണ്ണം കൊടുക്കണം എന്നുള്ളതാണ് ആക്ച്വലി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ വരും. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഈ 9ഉം ഈ നമുക്ക് 144 കൂടി ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്കത് 1 and 54 എന്ന് പറഞ്ഞാൽ 16 എന്ന് വരും. 16 ഇതുകൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 6 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ആൾ എത്ര എണ്ണം കൊടുക്കണം? 1 രൂപയ്ക്ക് 6 എണ്ണം കൊടുത്താൽ ആദ്യം ആൾക്ക് 144 കിട്ടും, അല്ലെങ്കിൽ 44% പ്രോഫിറ്റ് കിട്ടും എന്ന് പറയാം. പക്ഷേ ഇതാ ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ്. നിങ്ങൾ ആ മേളത്തിൽ ഒന്നും എഴുതാൻ നിൽക്കില്ല, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ്. ജസ്റ്റ് ഒരു ലൈനിൽ അതെല്ലാം കൂടി എഴുതുക, ഒന്ന് കട്ട് ചെയ്ത് ആൻസർ എടുക്കാം. മറന്നുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതേപോലത്തെ ക്വസ്റ്റൻസ് നല്ലപോലെ എക്സാമിൽ ചോദിക്കാറുണ്ട്. എപ്പോഴും ചെയ്യേണ്ട അപ്രോച്ച് ഇങ്ങനെയാണ്. വേറെ പല പല രീതിയിലുള്ള ഫോർമുലാസും വേറെ പല പല രീതിയിലുള്ള ലെന്തി അപ്രോച്ചുകളൊക്കെ പറയാറുണ്ട്. അതൊന്നും ഉപയോഗിക്കാതിരിക്കും. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് തന്നെ എടുക്കുക, ഈസി ആയിട്ട് തന്നെ ആൻസർ വരും. ഈ ഒരു രീതിയിലാണ് എടുക്കേണ്ടത്. ഇത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ഓർമ്മയും വരും. ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് കാണാനത്ത് അറിയാൻ പറ്റുന്നുണ്ട്. ഇത്രയും സാധനം ഇത്രയും പെർസെന്റേജ് കിട്ടണമെങ്കിൽ എത്ര എണ്ണം വിറ്റ ഇത്രയും പെർസെന്റേജ് കിട്ടും എന്നുള്ള ഒരു കേസ് മാത്രമേ ഉള്ളൂ. അവിടെ എപ്പോഴും ഈ ഒരു അപ്രോച്ചാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. പക്ഷേ ഇവിടെ ഇപ്പം കുറച്ചുകൂടി അവർ റിയൽ വാല്യൂസ് തന്നിട്ടുണ്ട്. സച്ചിൻ മാർക്ഡ് ആൻ ആർട്ടിക്കൽ 20% above ദി കോസ്റ്റ് പ്രൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാർക്കപ്പിന്റെ കൺസെപ്റ്റ് ഇല്ലേ, അത് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ എടുക്കാം. നിങ്ങൾക്ക് CP 100 എടുക്കാം. ഇനി ആൾ എന്ത് ചെയ്യുന്നു? ഒരു സാധനത്തിന്റെ വില 20% വില കൂട്ടി മാർക്ക് ചെയ്യുന്നു. 20% വില കൂട്ടി മാർക്ക് ചെയ്താൽ 20%
വില കൂട്ടി മാർക്ക് ചെയ്താൽ 100ന്റെ 20% 20 വില കൂട്ടുന്നുണ്ട് പ്ലസ്, അങ്ങനെയാണെങ്കിൽ ആളുടെ എം പി എന്തായിരിക്കും 120 ആയിരിക്കും ആളുടെ എം പി എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം പറയുന്നത് അബൌവ് ദി കോസ്റ്റ് പ്രൈസ് ആൻഡ് സോൾഡ് ഇറ്റ് ഫോർ ₹4,896 ആഫ്റ്റർ ഗിവിംഗ് സം ഡിസ്കൗണ്ട്. അപ്പൊ നമുക്ക് ആ ഡിസ്കൗണ്ട് എത്രയാണെന്ന് തന്നിട്ടില്ല. യൂഷ്വലി നമുക്ക് എപ്പോഴും ആ ഡിസ്കൗണ്ട് എത്രയാണെന്ന് തരാറുണ്ട്. ഇപ്പൊ ഇവിടെ X% വില കുറയുന്നു, ഡിസ്കൗണ്ട് കൊടുക്കുന്നു എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഫൈൻഡ് ദ ഡിസ്കൗണ്ട് പെർസെന്റേജ് ഇഫ് ദി കോസ്റ്റ് ഓഫ് ദി ആർട്ടിക്കിൾ ഈസ് 5,100. അപ്പൊ നമുക്ക് ആ എക്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ അത് കിട്ടണം നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇതിനെ റിയൽ വാല്യൂ വെച്ച് കമ്പയർ ചെയ്യാം. എന്തൊക്കെ റിയൽ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്? നമുക്ക് ഇവിടെ കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട് എന്ന് ഞാൻ നമ്മുടെ ഈ CP എന്ന് പറയുന്ന 5100 തന്നിട്ടുണ്ട്. എന്ന് ഞാൻ 100 എന്ന് പറയുന്നതാണ് 5100 എന്ന് പറയുന്നത്. നമുക്കറിയാം 100 × 51 ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന 5100 വരുന്നത്. ശരി, അത് അവിടെ ഇരിക്കട്ടെ. ഇനി അവിടെ പിന്നെ തന്നേക്കുന്നത് എന്താ? നമ്മുടെ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന SP എത്രയെന്ന് അവർ തന്നെ തന്നിട്ടുണ്ട്. എത്രയാണ്? 4,896 ആണെന്ന് നമുക്ക് ഓൾറെഡി ഗിവൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇവിടെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ വേണ്ടി, വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 5,100 വാങ്ങിച്ച സാധനം, ഓക്കെ, ആളിത് വിൽക്കുന്നത് 4,896 ഇവിടെ ശരിക്കും എത്ര രൂപയുടെ വ്യത്യാസം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഈ ഒരു തന്നേക്കുന്നത് തമ്മിൽ നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ 204 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. എന്താ 204 എന്ന് പറഞ്ഞാൽ നമ്മുടെ SP യും CP യും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? പ്രോഫിറ്റ് അല്ലേ, അല്ലെങ്കിൽ ലോസ് അല്ലേ? പക്ഷെ ഇവിടെ നമുക്ക് ക്ലിയർലി ഈ പറയുന്ന കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കിവിടെ 5,100 വാങ്ങിച്ചിട്ട് 4,896 വിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ പ്രോഫിറ്റ് അല്ല സംഭവിക്കുന്നത്, ഇവിടെ ആക്ച്വലി ലോസ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നുള്ള വില കുറച്ചല്ല വിറ്റേക്കുന്നത്. വാങ്ങിച്ചത് 5,100 വിറ്റത് 4,896. ഉറപ്പായിട്ടും വില കുറച്ചാണ് വിറ്റേക്കുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ നഷ്ടം വന്നിട്ടുണ്ട്. എത്ര? 204 രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 204 രൂപയുടെ നഷ്ടമാണ് വന്നേക്കുന്നതെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ വാല്യൂ കിട്ടാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് എനിക്ക് ആ ലോസ് പെർസെന്റേജ് കണ്ടുപിടിച്ചാൽ പറയും. ലോസ് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ 204 ഡിവൈഡ് ബൈ ആ 51, എൻ്റെ CP 5100, പിന്നെ വേണമെങ്കിൽ ഇൻറ്റു 100 കൂടി ആണെങ്കിൽ 0 ക്യാൻസൽ, ഇതും ക്യാൻസൽ ചെയ്ത് എത്ര വരും? 4 വരും. അങ്ങനെ എനിക്ക് ഇവിടെ ഉണ്ടാകുന്ന എത്ര പെർസെന്റേജ് ലോസ്? നമ്മൾ നേരത്തെ എടുത്താൽ ഇതൊക്കെ 4% ലോസ് ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ 100 വാങ്ങിച്ച സാധനത്തിനെ വിൽക്കുന്ന എത്രയാണ്? 96 വിറ്റുകൊണ്ടിരിക്കുന്നത്. 4 രൂപ 4% നഷ്ടമാണെങ്കിൽ അവിടെ 96 ഞാൻ വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് 4% ആണ്, ഇത് 96 ആണെങ്കിൽ എനിക്ക് ഇവിടെ എത്ര കുറഞ്ഞു? എനിക്കിവിടെ 24 കുറഞ്ഞില്ല. എൻ്റെ 120 MRP മാർക്ക് ചെയ്ത സാധനത്തിനെ 96 ഞാൻ വിറ്റുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 24 കുറഞ്ഞു. അങ്ങനെ ആ 24 എന്ന് പറയുന്നത് 120ന്റെ എത്രയോ, ഇപ്പൊ ഈ 20 എന്ന് പറയുന്നത് ഈ 100ന്റെ 20% ആണ്. അങ്ങനെ ആ 24 എന്ന് പറയുന്നത് ആ 120ന്റെ എത്ര പെർസെന്റേജ് ആണെന്ന് ചെക്ക് ചെയ്താൽ പോരെ? അങ്ങനെ 24 എന്ന് പറയുന്നത് ആ 120ന്റെ എത്ര പെർസെന്റേജാ എന്ന് ചെക്ക് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് അഗെയിൻ ഒന്ന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് 2 എന്ന് വരും, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ക്യാൻസൽ ചെയ്യാം. ഇത് 1/5 എന്ന് വരും. ഇവിടെ 24 × 5 ആണ് 120. അങ്ങനെയാണെങ്കിൽ 1/5 എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജാ? 20%. സോ ഓപ്ഷൻ 20% എന്ന് വരും ആൻസർ. നോക്കിയേ, വളരെ ഈസി ആയിട്ട് ആൻസർ വരുന്നല്ലേ. സോ ഇതേപോലെയാണ് നമ്മൾ നേരത്തെ എടുത്ത അതേ മെത്തേഡാണ് ഇപ്പോഴും യൂസ് ചെയ്തേക്കുന്നത്. ഒരു വ്യത്യാസമില്ല. പക്ഷേ ഇപ്പോൾ അവർ റിയൽ വാല്യൂ തന്നിട്ട് നമ്മൾ റിയൽ വാല്യൂ കമ്പയർ ചെയ്ത് ആൻസർ എടുത്തു. റിയൽ വാല്യൂ തരാതെ പെർസെന്റേജ് മാത്രമാണ് തന്നിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മൾ ആൻസർ എടുത്തത്. നേരത്തെ ചെയ്തപ്പോൾ നമുക്ക് ആൻസർ എന്ത് തന്നെയായിരുന്നു? ഈ കിട്ടിയ പെർസെന്റേജ് വെച്ചിട്ട് റിയൽ വാല്യൂ കമ്പയർ ചെയ്ത് ആൻസർ എടുത്തു. പക്ഷേ ഇവിടെ നമ്മൾ ഇതിനെ ബാക്കിലോട്ട് കണ്ടുപിടിച്ചു. ആ ഒരു വ്യത്യാസം മാത്രമാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ ഇങ്ങനെയാണ് ക്വസ്റ്റൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഇതേപോലത്തെ ക്വസ്റ്റൻസ് വന്നാൽ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റ് ആയിട്ടുണ്ട് ഒരേ ടൈപ്പ്. സോ കണ്ടുപിടിക്കാൻ പറയുന്ന കാര്യങ്ങളിൽ മാത്രം ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എ റമൻ മാർക്ഡ് ഹിസ് റേഡിയോ 25% അബവ് ദി കോസ്റ്റ് പ്രൈസ്. നോക്കിയാൽ വീണ്ടും അതേ ടൈപ്പ് തന്നെയല്ലേ? നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഏത് ടൈപ്പാണ് ഏറ്റവും കൂടുതൽ SBIയുടെ ക്ലർക്കിന്റെ എക്സാമിൽ ലാസ്റ്റ് 3 ഇയേഴ്സിന്റെ ഇടയ്ക്ക് റിപ്പീറ്റ് ആയിട്ടുള്ളൂ എന്നുള്ളത്. ഒന്ന് നമ്മുടെ ഈ മാർക്കപ്പിന്റെ കൺസെപ്റ്റ് വരുന്ന ക്വസ്റ്റൻസും, പിന്നെ ഒന്ന് ഡിസ്കൗണ്ട് വേരിയേഷൻ വന്നിട്ട് അവിടെ മാർക്ക്ഡ് പ്രൈസ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റൻസും. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ്. നിങ്ങൾ ഹാഫ് ഓഫ് ദി ക്വസ്റ്റൻസും, മോർ ദാൻ ഹാഫ് ഓഫ് ദി ക്വസ്റ്റൻസും ഈ 2 ടൈപ്പാണ്. പിന്നെ ബാക്കിയുള്ളത് എല്ലാം കൂടി മിസ്ലേനിയസ് ആയിട്ട് ഓരോരോ ടൈപ്പ്. പാർസൽ സെല്ലിംഗ് ചോദിച്ചിട്ടുണ്ട്, അത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ടൈപ്പുകളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ശരി, നമുക്ക് ഇതുകൂടി കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നേരത്തെ എടുത്ത പോലെ തന്നെ എടുക്കാം. നമുക്ക് CP ആദ്യം 100 എടുക്കാം. ഇനി എന്താ പറയുന്നത്? റമൻ മാർക്ഡ് ഹിസ് റേഡിയോ 25% അബവ് ദി കോസ്റ്റ് പ്രൈസ്. 100 രൂപയുടെ സാധനത്തിന് ആള് ഈ പറഞ്ഞ MRP മാർക്ക് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? 25% വില കൂട്ടി മാർക്ക് ചെയ്യുകയാണ്. അപ്പം 100ന്റെ 25% 25 തന്നെ ആയിരിക്കും. വില കൂട്ടി മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 125 വരും. ഇനി നമ്മൾ ഈ 100, 125 എന്നൊക്കെ പറയുന്ന പെർസെന്റേജ് വാല്യൂസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഗേവ് കസ്റ്റമർ 12% ഡിസ്കൗണ്ട് ഓൺ ക്യാഷ് പേയ്മെന്റ്. എന്നിട്ട് ആൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കസ്റ്റമറിന് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ക്യാഷ് പേയ്മെന്റിന്റെ മേളിൽ. എത്ര പെർസെന്റേജ് ഡിസ്കൗണ്ട്? 12% വില കുറച്ചാണ് കൊടുക്കുന്നത്, ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത്. അങ്ങനെ 125ന്റെ 12% എന്ന് പറയുമ്പം 10% 12.5,
അതിൻ്റെ 1% 1.25, അങ്ങനെയാണെങ്കിൽ 2% 2.5, 12.5 2.5 കൂടി ആഡ് ചെയ്യുമ്പോൾ 15 എന്ന് വരും. വില കുറയുന്നതുകൊണ്ട് മൈനസ് വരും. അങ്ങനെ ഈ 125 15 കുറഞ്ഞാൽ ആൾ ഈ സാധനം വിൽക്കുന്ന എത്ര ആയിരിക്കും? 110% ആയിരിക്കും. നമുക്ക് ഇവിടെ നിന്ന് ക്ലിയർലി കാണാം, ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം വിൽക്കുന്ന എത്രയാണ്? 110 എന്ന് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് എടുത്ത പോലെ തന്നെ നമുക്ക് ഇവിടെ എത്ര നമുക്കൊന്ന് പ്രോഫിറ്റ് ആണെന്ന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ 100ന്റെ സാധനം 110 വിൽക്കുക, എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ്? 10% പ്രോഫിറ്റ്. ഇനി ക്വസ്റ്റിനിൽ നോക്കിക്കേ, ഇൻ ദിസ് വേ ഹി ഗെയിൻ 55 റുപ്പീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആൾ ഈ പരിപാടി വഴി ആൾ 55 രൂപയാണ് പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 10% എന്നാണ് പ്രോഫിറ്റ്, അതല്ല ഈ 55 എന്ന് പറയുന്നത്. എന്താ ചോദിച്ചിരിക്കുന്നത്? CP അല്ലേ ചോദിച്ചിരിക്കുന്നത്? CP എന്ന് പറഞ്ഞാൽ എന്താ? 100 അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ആ 100% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ ആൻസർ കിട്ടാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ CP അല്ല ചോദിക്കുന്നത്, നമ്മളോട് ആ MP ആണ് ചോദിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തു? ആ 125 ഡയറക്റ്റ്ലി കണ്ടുപിടിച്ചാൽ പോരെ, 100 എത്രയാണെന്ന് കണ്ടുപിടിക്കാതെ. അതേപോലെ ഈ പറഞ്ഞ SP കണ്ടുപിടിക്കാനാണെങ്കിലോ 110 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. നിങ്ങൾക്ക് അപ്പോഴും CP അറിയേണ്ട ആവശ്യമുണ്ടോ? അറിയേണ്ട ആവശ്യമില്ല. CP ഇല്ലാതെ തന്നെ നമുക്ക് ഈ പറഞ്ഞ SP MP ഒക്കെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 10% 55 ആണെങ്കിൽ 100% എത്ര ആയിരിക്കും? 550 ആയിരിക്കും. ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ പോരെ. അത്രേ ഉള്ളൂ, 550 ആയിരിക്കും. അങ്ങനെ നമ്മുടെ ഓപ്ഷനിലേക്ക് വരുമ്പം ഓപ്ഷനിൽ 550, ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനോടെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ലാസ്റ്റ് 3 years SBIയുടെ ക്ലർക്കിൽ ചോദിച്ചുള്ള ക്വസ്റ്റൻസ് ഒക്കെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ഏതൊക്കെയാണെന്ന് ഈ സെഷൻസിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഫസ്റ്റ് സെഷൻ കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ഫസ്റ്റ് സെഷൻ കണ്ടു നോക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ്, റിപ്പീറ്റ് ആവുന്ന ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ സെഷനിൽ നിങ്ങൾ കണ്ടുകാണ് ഒരു ടൈപ്പ് ക്വസ്റ്റൻ 3 വട്ടം വന്നിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ നമ്മൾ ലാസ്റ്റ് സെഷനിൽ ചെയ്ത ഒരു ക്വസ്റ്റൻ ഉണ്ട്, 2 വട്ടം അവിടെ വന്നിട്ടുണ്ടായിരുന്നു, 1 വട്ടം അത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഇത് കൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് പാർഷ്യൽ സെല്ലിംഗിന്റെ ക്വസ്റ്റൻസ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ഒക്കെ തന്നെ നല്ലപോലെ നോക്കി വെച്ചിട്ട് പോവുക. ആൻഡ് മിനിമം സ്റ്റെപ്സിൽ എടുക്കാൻ നോക്കാം. ഓക്കെ, വളരെ മിനിമം സ്റ്റെപ്സിൽ എടുക്കാൻ ട്രൈ ചെയ്യുക. ആൻഡ് ഓപ്ഷൻസ് നല്ലപോലെ ഉപയോഗിക്കുക ആൻസേഴ്സ് ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടി. ഇനി കൂടാതെ തന്നെ പെർസെൻറ്റേജ്, റേഷ്യോ, സിംപ്ലിഫിക്കേഷൻ, ഇതിൻ്റെ ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതൊക്കെ കാണാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ചാനലിൽ ജസ്റ്റ് ചെന്നിട്ട് അവിടെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ ക്വസ്റ്റൻസ് എല്ലാം കൂടി ഒറ്റയടിക്ക് SBI ക്ലർക്ക് ബാങ്കിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് എല്ലാ വീഡിയോസും ഒരുമിച്ച് കിട്ടുന്നതായിരിക്കും. സോ അവിടെ നിങ്ങൾക്കത് എല്ലാം കാണാവുന്നതാണ്. ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്കത് സെർച്ച് ചെയ്തെടുത്ത് കാണുന്നതിന് പകരം. സോ അതും ഡെഫിനറ്റ്ലി കണ്ടുപോക്കുക. എക്സാമിന് മുമ്പ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാമിന് പോവുക. ആൻഡ് ഡെഫിനറ്റ്ലി സെഷൻ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സുമായിട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഡെഫിനറ്റ്ലി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും റിമൈനിങ് ടോപ്പിക്സ് ഉണ്ട്. ആ റിമൈനിങ് ടോപ്പിക്സ് ഒക്കെ തന്നെ നമ്മൾ ഇനി വരുന്ന ഡോസുകൾ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് തന്നെ നമ്മൾ ഈ ബാക്കി ടൈം ആൻഡ് വർക്ക്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഏജസ്, പാർട്ട്ണർഷിപ്പ്, ഈ ഒരു ടോപ്പിക്സ് ഒക്കെ തന്നെ നമ്മൾ ഇവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഇനി കമ്മിങ് ഒരു 3 to 4 ഡേയ്സിൻ്റെ അകത്ത്. സോ ദാറ്റ് നിങ്ങൾക്ക് SBI ക്ലർക്കിൻ്റെ എക്സാമിന് പോകുമ്പോൾ ഇതെല്ലാം നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് പോകാൻ വേണ്ടി. സോ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ ഫോളോ ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വരുന്ന സെഷൻസിൽ നമുക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക് യു.